എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒതുങ്ങി ടെർബോ മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ ടെർബോ കാണാൻ വേണ്ടിയിട്ടാണ്. വൈശാഖ് ഫിലിംസ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ, ട്രെയിലറിലൂടെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ വെറൈറ്റി അഭിനയം നമുക്ക് ഈ സിനിമയിൽ എത്രത്തോളം കാഴ്ചവെച്ചെന്ന് നമുക്ക് പടം കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കണ്ടവരോട് നമുക്ക് ചോദിക്കാം. നമ്മൾ തിയേറ്ററിലാണ്. അപ്പോൾ നേരെ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. സൂപ്പർ വില്ലൻ ആണോ? രണ്ടാം ഭാഗം വെയിറ്റ് ചെയ്യും. അടിപൊളി പടം. സൂപ്പർ അടിപൊളി പടം. വലത്തൂക്ക് ആണോ? അടിപൊളി അടിപൊളി. മേടിച്ചില്ല പടം. കുഴപ്പമില്ല, അടിപൊളി പടം. വില്ലൻ അഭിനയം വില്ലൻ എൻ്റെ പോലെ അജാതി അജാതി മമ്മൂട്ടിയായാലും ഓൻ്റെ എന്നെ കിട്ടിയാണ്. എൻ്റെ അമ്മോ മമ്മൂട്ടി പ്രാവശ്യം തകർത്ത് വാരിയില്ലേ? ഓ സെറ്റ്. പടം ഉണ്ടായിരുന്നു ചേട്ടാ, പടം ഉണ്ടായിരുന്നു. അടിപൊളി പടം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അടിപൊളി 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 അടിപൊളി. ഗംഭീരം. കൊള്ളാം. കിടില്ല. ചേട്ടാ, പടം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ സൂപ്പർ പടമാണ്. അടിപൊളി. തീരെ പോരാ. ഇല്ല, പോരാ. അത് ഒന്നാമത് ഒരു ഇമോഷണൽ കണക്ഷൻ എന്നൊരു സംഭവമാണ് നമുക്ക് ഈ ആക്ഷൻ പടങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്. അതെന്തായാലും കിട്ടിയിട്ടില്ല. ഈ ഫൈറ്റിൻ്റെ മുമ്പുള്ള ബിൽഡപ്പും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ സാധാരണ വൈശാഖിൻ്റെ മേക്കിങ്ങിൽ വരാറുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും കണ്ടില്ല. ഒന്നാമത് സ്ക്രിപ്റ്റ് വളരെ വീക്കായിട്ടാണ് തോന്നിയത്. വളരെ ജനറിക്കായ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതെ, എല്ലാവർക്കും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമുക്കൊരു കണക്ഷൻ വേണ്ട. ഒരു സീൻ കഴിഞ്ഞ് വേറെ സീൻ വരുമ്പോൾ ഒരു കണക്ഷൻ വേണ്ട. ആ ഒരു കണക്ഷൻ മൊത്തത്തിൽ മിസ്സിംഗ് ആണ്. പിന്നെ BGM, ഇങ്ങനത്തെ പടങ്ങൾക്ക് BGM വളരെ ഒരു പ്ലസ്സാണ്. പക്ഷെ അതും ഈ കാര്യത്തിൽ പിന്നെ ആകെ എനിക്ക് കുറച്ചൊരു നന്നായി തോന്നിയത് ക്ലൈമാക്സ് ഫൈറ്റാണ്. ക്ലൈമാക്സ് ഫൈറ്റ് കൊള്ളായിരുന്നു. മേക്കിംഗ് കാര്യങ്ങൾ കുറച്ച് കൊള്ളായിരുന്നു. ഓവറോൾ എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. രാജ്ബി ഷെട്ടി യൂസ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ആവറേജ് പടം എന്നുള്ള